കുട്ടികളെ പഠിപ്പിക്കാൻ രണ്ടടി കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിലേറെയും. ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറയാത്ത മാതാപിതാക്കളും അപൂർവമാണ്. തല്ലിയതിനു ശേഷം മക്കളെ സമാധാനിപ്പിക്കാൻ സിനിമയ്ക്കോ ഷോപ്പിങ്ങിനോ കൊണ്ടുപോകുന്നവരും എണ്ണത്തിൽ കുറവല്ല. സത്യത്തിൽ ഇങ്ങനെ തല്ലിയാൽ മക്കൾ പഠിക്കുമോ? ഇക്കാര്യത്തിൽ 90% പേർക്കും ശാസ്ത്രീയമായ അറിവില്ല. തല്ലുകൊണ്ട കുഞ്ഞുങ്ങൾ ചെറുതോ വലുതോ ആയ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന ചിന്ത മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഈ തല്ലിപ്പഠിപ്പിക്കൽ കുട്ടികളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം. കുട്ടികളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്താനായി അതിരുവിടുന്നത് അവരുടെ മാനസിക വളർച്ചയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സാമൂഹിക ജീവിതത്തിൽ അവർ പിന്നോട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അമിതമായ ഉത്കണ്ഠ, സാമൂഹിക ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, അക്രമോത്സുകമായ പെരുമാറ്റം, ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങിയവയിലേക്ക് കുട്ടികളെ തള്ളിവിട്ടേക്കാം. ശാരീരികമായി ഉപദ്രവിക്കുന്നത് മാത്രമല്ല പ്രശ്നക്കാരൻ. മന്ദബുദ്ധി, പൊട്ടൻ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നതും സമാനമാണ്. ജീവിതത്തിൽ ആത്മവിശ്വാസക്കുറവ് ബാല്യം മുതൽ അനുഭവപ്പെടാനും ഇത്തരം പ്രവൃത്തികൾ കാരണമാകും. അതുവഴി ഭാവിയിൽ ജീവിതത്തെ നേരിടാൻ കഴിയാത്തവരായി പരിണമിക്കുകയും ചെയ്യും. മാതാപിതാക്കൾ ചട്ടം പഠിപ്പിക്കാൻ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ 10-1 കുട്ടിയുടെ ആത്മവിശ്വാസം തകർക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാക്പോരുകൾക്കിടയിൽ ജീവിക്കേണ്ടി വരുന്ന കുട്ടികളിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ വളരുന്നവർ സുഹൃത്തുക്കളോട് അമിതമായി തർക്കിക്കാനും അടിപിടി ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. കൂടാതെ ചെറിയ പ്രശ്നങ്ങൾ പോലും വയലന്റായി സമീപിക്കാനുള്ള ത്വരയും കുട്ടികളിൽ വർദ്ധിക്കും. അതേസമയം മാതാപിതാക്കൾ തമ്മിലുള്ള ആരോഗ്യപരമായ ചർച്ചകൾ കുട്ടികളിലും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. മാതാപിതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ കുട്ടികളുടെ മാനസിക നിലയെ ബാധിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് ശാസ്ത്രീയമായ പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇതിനായി വിദഗ്ധരുടെ സേവനം തേടാവുന്നതാണ്. പഠനത്തിൽ പിന്നാക്കം പോകുന്ന കുട്ടികളോട് നിരന്തരം സംവദിക്കുകയും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വേണം. മറിച്ച് ദേഷ്യപ്പെട്ടോ ശാരീരികമായി ഉപദ്രവിച്ചോ പരിഹാരം തേടാൻ ശ്രമിക്കരുത്. അധ്യാപകർ, സുഹൃത്തുക്കൾ, അയൽക്കാർ എന്നിവരുടെ ഇടപെടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളുമായി സംവദിക്കാനും ശ്രമിക്കണം. ആരോഗ്യപരമായ പാരന്റിംഗ് ആണ് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് പ്രധാനം. മാതാപിതാക്കളുടെ അനാവശ്യ ശാഠ്യങ്ങളും ഇടപെടലുകളും കുട്ടികളുടെ ജീവിതത്തെ തകർക്കാൻ കാരണമാകരുത്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക.